ഇന്ന് നമുക്ക് ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സാക്കിയതിന് ശേഷം മാത്രം ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി പിടിച്ചിട്ടുണ്ടാവില്ല, അതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ കൊണ്ട് ആദ്യം നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അടിഭാഗത്തുനിന്ന് പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. നല്ല രീതിയിൽ കറങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളത് ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പാകത്തിന് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പം മുട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് കൂടുതലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. മുട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ. ഇനി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഞാനിത് പാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാന് ചൂടാക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിയില്ല. ഈ സമയത്ത് ഞാനൊരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നീട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ളൊരു ദോശ പോലെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. ചപ്പാത്തിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാനതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിയും ചെയ്യും. നല്ല തിന്നായിട്ടുള്ളൊരു ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഹോൾസൊക്കെ വരില്ലേ, അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ആറി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഹാർഡായിട്ട് പോകും. ഒരുപാട് മുരിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കുക്കാക്കി എടുക്കാം. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഗീയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട, സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, റോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മൾ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ചൂട് ചായൻ്റെ ഒക്കെ കൂടെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും. കറികളൊന്നും കൂട്ടി കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ജാമൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, റോൾ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്